ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 14 ലൈവ് അപ്ഡേറ്റ്. എന്ത് ലൈവ് അപ്ഡേഷൻ? ലൈവ് അപ്ഡേറ്റ്സ്. പിന്നെ അതല്ല 40 ഇനി 60 ദിവസം കൂടെ ഉള്ളൂ അല്ലേ? എത്ര എളുപ്പ ദിവസമൊക്കെ കഴിഞ്ഞത്. എനിക്ക് ജൂൺ ഒരു 20 ആകുമ്പോഴാണ് തോന്നുന്നില്ലേ കഴിയുണ്ടാവും. ഏകദേശം 20 സമയത്താവുന്നു. കാരണം മാർച്ച് 10 തുടങ്ങിയത്. അപ്പൊ ജൂൺ ഏകദേശം 20 ആകുമ്പോ ഈ 60 ദിവസം കൂടി കഴിയും. ഗ്രാൻഡ് ഫിനാലെ വരെ സാഹിത്യ അടിപൊളിയല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ പറയുന്നതിന് മുന്നേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് പറയാം. ഇന്നലെ രാത്രിയാണ് സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായത്. പാട്ടാടത്ത് കോപ്പിറൈറ്റ് അടിക്കോ? കോപ്പിറൈറ്റ് അടിക്കോ? എനിക്ക് ആ മുത്തച്ചിപ്പി പറഞ്ഞ ഒരു വീടിന് വന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ പണ്ട് ബുക്ക് വാങ്ങിയ കഥ എനിക്കറിയാം. ഞാൻ പണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ബുക്ക് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ബുക്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതില് ഇങ്ങനെ അതിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ അങ്ങനെയൊക്കെ കേട്ടു. എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റി. ന്യായീകരണ തൊഴിലാളി. അപ്പൊ ഇന്നലെ രാത്രിത്തെ കുറച്ച് സംഭവങ്ങൾ ക്ലിപ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്സ് പറന്ന് നടക്കുന്നുണ്ട് ഇങ്ങനെ ആകാശത്ത് കൂടെ. മെല്ലെ കടിക്കടാ, സ്പീഡിൽ കടിക്കടാ. എന്തല്ലേ ഇത് ഇവര് പറ്റ മറന്നു പോകുന്നതാണ് സത്യം. എനിക്ക് എന്താ അറിയില്ല ഇങ്ങനെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു. ഒരു റിയാലിറ്റി ഷോ ആണ് എന്താണുള്ളൊരു ബോധം. ഇതിനൊക്കെയാണ് ശരിക്കും വാണിംഗ് എന്തോ കൊടുക്കുന്നത്. കാരണം ഇത് ഫാമിലി അവരവരെ ഇഷ്ടം പോലെ അവര് മാത്രമുള്ള സ്ഥലത്താണ് അവരെന്തോ കാണിച്ചോട്ടെ. ഇത് ഫാമിലി ഇപ്പൊ ഈ കാണുന്ന ഇവരെ 3 ആളെയും ഫാമിലി കാണും, നാട്ടുകാരെല്ലാരും കാണാനല്ലേ. ഇവര് ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എന്താ പറയാ ഈ കാണുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ഞാന് ചിലപ്പോ ഇവർക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ പഴയ ചിന്താഗതിയുള്ള രീതി പറയുകയാണെന്നൊക്കെ, സദാചാര ആൾക്കാർ പറയുന്ന പോലെ പറയുകയാണെന്നൊക്കെ. നമ്മളും എല്ലാവരും ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ ഒരുപോലെ തന്നെ ഉള്ളത്. പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നണില്ലേ എന്നുള്ളതാണ്. റിയാലിറ്റി ഷോ അല്ല. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഒരു നല്ല എങ്ങനെ ഇതാക്കുന്നുള്ളത് ചെയ്താൽ മതി ശരിക്കും. അല്ല അവരവരെ ഫ്രണ്ട്ഷിപ്പോ എന്ത് കുന്തായിക്കോട്ടെ അതൊക്കെ നമുക്ക് ഒന്നും കുഴപ്പമില്ല. ഇങ്ങനത്തെ റിയാലിറ്റി ഷോയിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ഒരുപോലെ തന്നെ അത് ചിന്തിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അവിടെ അത്രയും ക്യാമറ ഉണ്ട്. ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുള്ളത് ഉറപ്പില്ല. അതാണ് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇനി അഥവാ കാണില്ല എനിക്കൊന്നും ബിഗ് ബോസ് ടോർച്ച് അടിച്ചിട്ടായാലും വേണ്ടില്ല അത് കാണിച്ചു കൊടുക്കുന്നു. ക്യാമറയുടെ ഉള്ളിൽ പോയി ടോർച്ച് അടിക്കുന്നുണ്ട്. ഹലോ ടോർച്ച് അടിക്കണ്ടോ അതിനുള്ളിൽ കൂടെ. അപ്പൊ അതായിരുന്നു ഇന്നലെ രാത്രി എന്താ അത് കുറച്ച് സംഭവങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ തുടങ്ങി. ജിൻഡോന് എന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അതും ജാസ്മിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ എടുത്തോളൂ. ഇന്ന് എടുത്തിട്ടത് ഹൈജീന്റെ കാര്യമായിരുന്നു. എന്തറിയോ എനിക്ക് ഇത് പറയുമ്പോ എന്തെങ്കിലും പറയണം. ജിൻഡോ എപ്പോഴും ജാസ്മിനെ കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പറയാൻ നിൽക്കുന്നു. പക്ഷെ ആ കാര്യത്തിലൊക്കെ സായി വളരെ ഒരു മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ളിലുള്ള ആളുകളൊന്നും പറയില്ല. ഫുള്ള് നമ്മളൊക്കെയാണ് പറയുന്നത്. നമ്മളെ നല്ല എല്ലാം അണക്കിട്ടിട്ട് ഞാൻ ചിരിച്ചിരിച്ച് ചാവും ഇതൊക്കെ കാണും. ഇന്നൊന്നും പറഞ്ഞു. ഞാൻ കമന്റിൽ കേട്ടു ഇന്നെ പറ്റി എന്തോന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കേട്ടിട്ടില്ല. നിങ്ങളെ കുറിച്ച് നല്ലോണം പറയുന്നുണ്ട്. ഇനിയും വരാൻ കിടക്കണുള്ളൂ നമ്മളെ കുറിച്ച് പറയുന്നത്. അല്ല നീയും തയ്ച്ചു വെച്ച ഒരു മറ്റത് ഞാൻ സായി പോകുമ്പോഴേ എല്ലാം തയ്ച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്തൊക്കെ വരിക എന്നുള്ളതൊന്നും അറിയില്ല. സായി എന്നോട് പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതും തരും, എല്ലാം ഏറ്റവും വാങ്ങിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും തയ്യാറായിട്ട് ഞാൻ എന്റെ ജീവിതം ബാക്കിയുണ്ടെന്ന് വെച്ചു. അതെ ഞങ്ങൾ റെഡിയാണ്. ഇനി എന്തൊക്കെ വരാൻ പോകുന്നു, ഞങ്ങളെ കുറിച്ച് കേൾക്കാൻ പോകുന്നു, ഞങ്ങളൊക്കെ കാത്തിരിക്കാണ്. പക്ഷെ നല്ല രസമല്ലേ നമ്മൾ അവിടെ സ്പോട്ടിന് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണല്ലേ. അതെ എനിക്ക് തോന്നുന്നു തള്ളി ഞാൻ ബിഗ് ബോസ് ഹൗസ് ഒന്നായിട്ട് തള്ളി മുന്നോട്ട് പോകുന്നുള്ളതാണ് എന്റെ പേടി. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, എന്നെ കുറിച്ച് മാത്രം നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സമാധാനം. അപ്പൊ നമ്മളെല്ലാരും ഈക്വൽ ആയി കേട്ടോ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഇഷ്യൂ ആയിരുന്നു. ടിഷ്യൂ എടുത്ത് വലിച്ചെറിഞ്ഞു, അവിടെ ബെഡിൽ കൊണ്ടിട്ടു ജാസ്മിൻ. അപ്പൊ ജിൻഡോന് അതൊരു തുറപ്പിച്ചിട്ടായി. അതിനെ കുറിച്ച് പിന്നെ ഫുൾ ഹൈജീനെ കുറിച്ച് വർത്താനം. അത് ജാസ്മിൻ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിലും ജാസ്മിന്റെ ഒരു സംസാരത്തിനിടെ ചുറ്റി നിലത്തിടുന്ന കാണിച്ചിരുന്നു. പിന്നെ അതേപോലെ ചെരുപ്പിടാതെ ബാത്റൂമിന്റെ ഉള്ളിൽ കയറുക, പിന്നെ അതേ ചെരുപ്പിടാതെ ബെഡിൽ കയറുക എന്നൊക്കെ പറയണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഹൈജീൻ ഭയങ്കര പ്രശ്നമാണെന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട്. എന്റെ സായിനോട് പോയി ചോദിക്കുന്നത് ജിൻഡോ ഒരു ചെരുപ്പ് താടാ അവൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പച്ചിനില്ലേ അതെടുത്ത് കൊടുക്കണ്ട. അപ്പൊ അതവള് വേണ്ട പറയണ്ടേ എന്തൊക്കെ പറയണ്ടേ. ഏറ്റവും പ്രശ്നം അറിയോ, ബിഗ് ബോസ് ആ സൂം ചെയ്തു കാലിന്റെ അടിയില്. അത് പക്ഷെ ഞാൻ കണ്ടില്ല, ഞാൻ അടിച്ചിട്ട് വെച്ചിരിക്കാണ്, നോക്കിയിട്ടില്ല. കാല് ചെരുപ്പ് കാലിന്റെ അടിയിൽ ചെരുപ്പ് ചളിയാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് പോലും അത് സൂം ചെയ്ത് കാണിച്ചു കാലിന്റെ അടിയില്. ബോസ് സത്യമാണെന്ന് തോന്നിക്കോട്ടെ, കള്ളാണെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ടാവും. സമ്മതിക്കണല്ലേ ക്യാമറമാൻ വീട് എഡിറ്റർമാരൊക്കെ കറക്റ്റ് ഇട്ടത് അവന്റെ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ട്. അതിലാരും കുളിക്കലില്ല എന്നൊന്നും ഇനി എടുത്തെടുത്ത് പറയണ്ട. ബിഗ് ബോസ് രണ്ടും കൽപ്പിച്ചാണ്. അതെ ചിലപ്പോ ഒരു മൊത്തത്തിലൊരു സൂം ചെയ്യലുണ്ടാവും. കുളിച്ചിട്ടില്ല മേൽ ചളി ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു സ്മെല്ലടിക്കുന്നതൊക്കെ, കുളിക്കാത്തതുകൊണ്ട് സ്മെല്ലടിക്കുന്നത് പോയി കുളിക്കടിയെന്നൊക്കെ. ഇതൊക്കെയാണ് ഇപ്പൊ ഹൈജീൻ ആണ് ഇന്നത്തെ ടോപ്പിക്. അതൊക്കെ ജാസ്മിന് ശരിക്കും നല്ലോണം കൊണ്ടിട്ടുണ്ട്. ജാസ്മിന് നല്ലോണം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം എന്നാ സ്മെല്ലുണ്ടോ, എന്തെങ്കിലും സ്മെല്ലുണ്ടോ. ഞാൻ 2 ദിവസത്തിൽ ഒരിക്കലാണ് കുളിക്കല്, പക്ഷെ അയച്ചിട്ട് ഒരു വൃത്തിക്കും കുറവില്ല എന്നൊക്കെ.
ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ കുളിച്ചില്ലാന്ന് വെച്ചിട്ട് പറ്റ വൃത്തികേടായ സ്മെല്ല് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കുളിക്കില്ല പിന്നെ മേലെ ഒഴുകുണ്ടാവും, നമ്മളന്ന് പറഞ്ഞ മേലെ ഒഴുകുണ്ടാവും. അവർ ഈ കുളി ഉദ്ദേശിച്ചുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ പറഞ്ഞാല് അത് ഒന്നല്ല അവർക്ക് അറിയണ്ടാവില്ല എങ്ങനെയാ കുളിച്ചില്ലെങ്കിൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊക്കെ ആള് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണതിനെ പറ്റി അറിവുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൊന്നുമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് ജിൻഡോന്റെ വക ഒരു സംഭവം ഉണ്ടായി. ജാസ്മിൻ പറഞ്ഞു കക്ഷത്തിലെടുക്കാൻ എന്താ ഉത്തരത്തിലെടുക്കാൻ പോകുമ്പോ കക്ഷത്തിലുള്ളത് വീണ് പോകരുത്. അതില് ജിൻഡോ പറഞ്ഞ മറുപടി അത് പക്ഷെ ഭയങ്കര മോശമായി പോയി എനിക്ക് തോന്നിയത്. ജിൻഡോ പറഞ്ഞു ഞാൻ കക്ഷം മേടിച്ചിട്ട് അതൊന്നും പറയാൻ പാടില്ല. കാരണം അതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യും. ഇന്നലെ നോറേന്റെ ഇഷ്യൂലും വന്നു. നമ്മൾ ചിരിച്ച കാര്യമാണെങ്കിലും അതൊരു ഭയങ്കര ഇൻസൾട്ടിങ് കാര്യമാണ്. അത് ചെയ്തിട്ട് മറ്റേ ഫാർട്ട് ചെയ്തിട്ട് മതിയോ ചോദിക്കുന്നത്. പിന്നെ ഇന്നിപ്പോ ഞാൻ കക്ഷം പഠിച്ചാന്ന് പറയുമ്പോ എല്ലാരും ചിരിക്കുന്നു. പക്ഷെ അതിപ്പോ കേൾക്കാനും സോറി അത് കൈയടിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളത് ജിൻഡോക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ ജിൻഡോ കോമഡിന്റെ ലെവലൊക്കെ മാറിപ്പോകുന്നുണ്ട്. ആദ്യം കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, നോണ പറഞ്ഞിട്ടായിരുന്നു വിചാരിക്കുക. നോണ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ നോണ പറഞ്ഞിട്ടും അവർ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ അടികൾ തുടങ്ങി, എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സിബിൻ നോണ പറയുകയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാവാത്ത നോണയാണെങ്കിൽ പോലും അത് ഗെയിമിന് വേണ്ടി പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. തമാശകളൊക്കെ ജിൻഡോ കൈയടിക്കാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട് എന്ന് കാണുമ്പോൾ അത് ഒരു ലെവൽ മാറി വൾഗറായി തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. അത് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്ത് ഉള്ള പോലെ പോവാണെങ്കിൽ അയാൾക്ക് ആ കൈയടിയും കിട്ടും, അയാൾക്ക് ആ സപ്പോർട്ടും കിട്ടും. ഇത് ഓവറായി കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് കക്ഷം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഭയങ്കര മോശപ്പെട്ട പരിപാടി എന്ന്. അത് ഇന്നലെ നോറയിനോട് ചെയ്ത പരിപാടി മോശമാണ്, ഇന്ന് ജാസ്മിനോട് പറഞ്ഞ കാര്യം തെറ്റാണ്. നമ്മൾ ആ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാണ്. അതിന്റെ ഇടയ്ക്ക് ജിൻഡോ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ നോറയും അവസരം കിട്ടിയപ്പോൾ ഇന്ന് നോറയ്ക്കൊന്നും പെർഫോം ചെയ്യാൻ കിട്ടിയില്ല. അപ്പോൾ ജിൻഡോനെതിരെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ആയുധക്കി വെച്ചു. നോറോ ജിൻഡോ പറയണ പോലെ ഇനിയിപ്പോ അവര് പുറത്തുനിന്ന് ടീമായി വന്നാണോ എന്താ അറിയില്ല. ഇപ്പൊ ഈ ജിൻഡോനെ ആക്രമിക്കാൻ നേരത്തെ എന്തായാലും ജാസ്മിന്റെ കാലിലോട്ടിൽ പോയി വീണിട്ടാണെങ്കിലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട് പേരും സപ്പോർട്ട്. പക്ഷെ ജാസ്മിനൊക്കെ അത് അറിയാം എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ട് എന്നുള്ളത്. അവര് ജാസ്മിൻ ഇല്ലാത്ത നോറ ഇല്ലാത്ത സമയത്ത് പറയുന്നുണ്ട് അതൊക്കെ. പിന്നെ അതേപോലെ നോറ ജിൻഡോനോട് പറയുമ്പോൾ ജാസ്മിനും കുറച്ച് പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മറ്റു കാര്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ബിഗ് ബോസിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ നോറേന്റെ മൈക്കിന്റെ ശബ്ദം ഒന്ന് കുറച്ചിക്കണം, വോളിയം കുറച്ച് വയ്ക്കാൻ പറ്റിയ ഞങ്ങൾക്ക് ഭയങ്കര സൗകര്യവും. ചെവി പൊട്ടി തെറിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ശബ്ദത്തിനേക്കാളും അത് എന്നാണ് കേൾക്കാൻ രസമുള്ള കാര്യമാണ് പറയുന്നത് കുഴപ്പമില്ല. ഇത് തുളച്ചിട്ട് ദുഃഖൂടെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നമ്മളെ മൊത്തത്തിൽ ഇങ്ങനെ ചിരിക്കാണ് ശബ്ദം. അതുകൊണ്ട് അതൊന്ന് വോളിയം കുറയ്ക്കാൻ പറ്റുക ചെയ്യണം. പറയില്ലല്ലോ ബിഗ് ബോസ് അറിയും നോറ മൈക്ക് ധരിക്കും, അവർക്ക് ശരിയായി ധരിക്കും എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വേറെ കാര്യം പറയേണ്ട കാര്യം ജാസ്മിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. എത്ര കരഞ്ഞിട്ടാണെങ്കിലും നമ്മളല്ലെങ്കിൽ പണ്ട് മുതൽ നമ്മൾ ഡബിൾ സ്റ്റാൻഡ് മൾട്ടി സ്റ്റാൻഡ് ആണല്ലോ. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രം ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡബിൾ സ്റ്റാൻഡ് സായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പിൾ സ്റ്റാൻഡ് എടുക്കും. മൾട്ടി സ്റ്റാൻഡ് നമ്മൾ കഴിഞ്ഞുള്ള നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മൾട്ടി സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് പറഞ്ഞേ പറ്റും. അംഗീകരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇപ്പൊ ആരാണെങ്കിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മളെത്ര പറഞ്ഞാലും നാടകമാണ് പറഞ്ഞാലും അപ്പുറത്ത് ഇപ്പുറത്ത് കളിച്ച നാടകമാണെന്ന് പറഞ്ഞാലും അത് സത്യമാവാം നുണയാവാം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് ഡ്രാമ പറഞ്ഞിട്ട് വെറുപ്പിച്ച് ഇതാക്കി ഉണ്ടെങ്കിൽ പോലും ജാസ്മിൻ അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. കൂട്ടായിട്ട് ആക്രമിച്ചാലും നേരിട്ട് ആക്രമിച്ചാലും പിടിച്ചു നിൽക്കാനും അത് എങ്ങനെ അത് തരണം ചെയ്യാനും അത് ആ ആളെ അതേപോലെ പിടിച്ചിരുത്താൻ. ഇപ്പൊ നമ്മളെ ഇയാളൊക്കെ DJ ഒക്കെ നന്നായിട്ട് സംസാരിക്കാറ്. അയാളാണെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് ജാസ്മിന്. അത് സമ്മതിച്ചു കൊടുക്കണം. അത് സമ്മതിച്ചു. കാരണം ആ ഗെയിമിലും ആ ഒരു നല്ല കൂൾ മൈൻഡില് കരഞ്ഞു കഴിഞ്ഞ് ഡ്രാമയാണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ നല്ല ഉഷാറായിട്ട് അവർക്കെതിരെ നല്ലോണം പോയിന്റ്സ് പറയാണ്ട് കറക്റ്റ് പറയുന്നുണ്ട്. മറ്റുള്ളവരെ വായ അടപ്പിക്കാനുള്ള രീതിയിലുള്ള ഉത്തരം പറയുന്നുണ്ട്. ഡ്രാമയാണെങ്കിൽ പോലും അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അതാണ് നമ്മളിപ്പോ ഒരു നുണ പറയുകയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നുണ പറഞ്ഞാൽ അതൊരു അതേപോലെയാണ് ജാസ്മിൻ എന്തൊക്കെ തള്ളി തെറിപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ഫലിപ്പിക്കാനും അവക്ക് ഞാൻ ജയിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവാനും അതാണല്ലോ മെയിൻ ആവശ്യം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് തകർക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് അവിടെയാണ് അവര് ജയെന്ന് പറയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ എല്ലാവരും അവളെയും അവനെയും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാല് പിന്നെ മറ്റേ ടാസ്ക് ആണോന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റേ എന്ത് ടാസ്ക് ആയിരുന്നു, മറ്റേ ബ്രെഡ് കഴിക്കുന്ന ടാസ്ക്. അതിന് തെരഞ്ഞെടുത്തത് അപ്പൊ പവർ ടീമിനോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 ടീമിൽ എല്ലാവർക്കും ഒരേ പോയിന്റ് ആയതുകൊണ്ട് ഏത് ടീമിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് നല്ല പ്ലാൻ. കാരണം അപ്പത്തെ ഗബ്രി ഉണ്ട്, ഇപ്പത്തെ ജാസ്മിൻ ഉണ്ട്. അപ്പൊ അവർക്കത് പറയാനും പറ്റില്ല പബ്ലിക്കായിട്ട്. അത് ജാസ്മിൻ അപ്പത്തെ പിന്നെ ചോദിക്കുന്നത് നമുക്ക് പറയാം. അവര് പറഞ്ഞു അവർക്ക് എന്തൊക്കെ കുറെ പോരായ്മകൾ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നെസ്റ്റിനെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. അത് നല്ല കാര്യം. കാരണം ഇപ്പൊ ഗബ്രി ആണെങ്കിൽ ജാസ്മിൻ ആണെങ്കിൽ അവർ സ്വന്തം ടീമിൽ എടുക്കുള്ളൂ. വീണ്ടും നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കാണില്ല. അവർ രണ്ടാളും കൂടെ ആ റൂമിലെത്തും. പിന്നെ അങ്ങനെ ആവശ്യമായുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കും. അതിന്റെ ഇടയിൽ എന്താ പറയാ നമ്മളാരും ശ്രദ്ധിക്കാതെ പോണ ഒരു വിരഹ സംഭവങ്ങൾ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അർജുൻ വളരെ എന്താ പറയാ ഏകാന്തനായിട്ട് വിഷമിച്ച് നടക്കുന്നുണ്ട് ശ്രീതു ഒന്ന് സംസാരിക്കാത്തതിന്.
അതിങ്ങനെ സൈഡിൽ നിന്ന് മൂലക്കുന്നൊക്കെ മധു നോക്കണമാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. സീതു അർജുന്റെ കൂടെ അവിടെ ബെഡിൽ പോയി റൂമിൽ സംസാരിക്കണം കിടക്കലൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്നൊക്കെ എന്നിട്ട് പോയി സംസാരിക്കുന്നുണ്ട്. ഒരാൾ മറ്റവരോട് വന്ന് സംസാരിക്കുന്നില്ല, അയാൾക്ക് ചാർജ് ചെയ്യണം, ഇയാള് ഇന്നാൾ ചാർജ് ചെയ്യുമ്പോൾ ഇത്ര കുറയുന്നു കൂടുന്നൊക്കെ പറഞ്ഞാൽ അവര് ഭയങ്കര. പിന്നെ അപ്സരയോട് എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, അർജുൻ ചെന്നിങ്ങനെ പറയുന്നുണ്ട്, എന്നോട് പല ആളുകളും പണ്ടത്തെ സൗഹൃദം കാണിക്കുന്നില്ല, പല ആളുകളും അങ്ങനെ ചെയ്യുന്നില്ല, അതിലെനിക്ക് ഇന്നലെ അയാൾ പോയി കരയണൊക്കെ ഉണ്ട് അർജുൻ. എന്നിട്ട് അപ്സര ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആളുകൾ ഫുള്ള് സൈലന്റ് അല്ല, പ്രത്യേകിച്ച് അവരുടെ പ്രശ്നമാണ്. അവര് മുന്നിക്ക് വന്ന് കളിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് വന്ന് കളിക്കണം, അല്ല നമ്മള് വിഷമിച്ച് പുറകോട്ട് പോയിരുന്നെങ്കിൽ പിന്നെ അവിടെ പോയി കിടക്കും. ഇപ്പൊ ജാൻമണി ഒക്കെ ഉണ്ടല്ലോ, ഒരാഴ്ചയായിട്ട് ജാൻമണി എവിടെ നിന്ന് മഷിട്ട് നോക്കിയാ കണ്ടെത്ത അവസ്ഥയായി. അപ്പൊ അങ്ങനെ ആ ടാസ്ക് വന്നു, ബ്രെഡ് ടാസ്ക്. അത് സായി നല്ല അടിപൊളിയായിട്ട് ജയിച്ചു. അത് ബ്രെഡ് ടാസ്ക് ആണ് പറഞ്ഞത്, എനിക്ക് ഉറപ്പായിരുന്നു. അത് ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് ചിലപ്പോ ഇനിയും ബ്രെഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ ബ്രെഡ് കൊടുത്ത് കുടുങ്ങേണ്ട അവസ്ഥയായിരുന്നു. അവിടെ നിർത്തി നന്നായി, ഞങ്ങൾക്ക് അറിയണല്ലേ. അതെ, ഫുഡിന്റെ പേര് പറഞ്ഞ പിന്നെ ആ കളി ടാസ്ക് ജയിക്കും. മിക്കവാറും ഇനി അവരുടെ ടീമിൽ ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് അടുത്ത ടാസ്ക് അതേപോലെ കൊടുക്കും. ഇനിയിപ്പോ ബിഗ് ബോസ് ഇനി കുറച്ച് കൊടുങ്ങട്ടെ, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സാധനം കൊടുക്കാൻ ബിഗ് ബോസ് ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഇന്നലത്തെ കളിയും ജയിച്ചു, ഇന്നത്തെ കളിയും ജയിച്ചു. ഇനിയിപ്പോ ഈ ഒരു അടുത്ത ടാസ്ക് കൂടി ചിലപ്പോ പവർ ടീമിൽ വരുന്നുണ്ടാവില്ലേ. പക്ഷെ പവർ ടീമിലാണെങ്കിലും സായിക്ക് കിട്ടില്ല, കാരണം അടുത്ത ആഴ്ച നോമിനേഷൻ വരുന്നുണ്ട്. പവർ ടീമിൽ കയറാൻ പറ്റില്ല അല്ലേ, എന്നാലും അതിന്റെ ഉള്ളിൽ പുറത്തുനിന്ന് കളിക്കാൻ പറ്റും. സായി അവിടെ ഇടയ്ക്ക് പറഞ്ഞത് എനിക്ക് പവർ ടീമിലും കയറേണ്ട, ക്യാപ്റ്റൻസി ഒന്നും ആവണ്ടെന്നൊക്കെ. പിന്നെ എന്താ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കണം. പവർ ടീമിൽ കയറിയിട്ടുണ്ടെങ്കിൽ സായിക്കിട്ട് ഒരു ഔട്ട് കൊടുക്കാനേ നോക്കുള്ളൂ എനിക്ക്. അതൊക്കെ അറിഞ്ഞിട്ട് വെച്ച് ഇങ്ങനെ കാത്തിരിക്കണം. എന്തായാലും നോറ എന്തായാലും അതിന്റെ ഉള്ളിൽ കയറണ തന്നെ. പവർ ടീം കയറിയിട്ടുണ്ടെങ്കിൽ ജിൻഡോന്റെ കഷ്ടകാലം കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് രസമാണ് അല്ലെ, ജിന്റെ ഉള്ളിൽ കോമഡി എടുക്കുകയും ചെയ്യും. ജിന്റെ പിന്നെ ഏത് ലെവലിക്കും താണോണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ നാണം കെട്ടാ പോയി മാപ്പ് പറയാനൊക്കെ ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാന്നിട്ട് പോയി മാപ്പ് പറയാ. അതാണ്. പിന്നെ അതിനുശേഷം സംഭവം ഉണ്ടായത്, ജാസ്മിൻ എല്ലായിടത്തും പോയിട്ട് റസ്മിനോട് പോയി സംസാരിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ ശ്രീധുവിനോട് പറയുന്നുണ്ട്, പിന്നെ അഭിഷേക് കെയിനോട് പറയുന്നുണ്ട്. ഇവരോടൊക്കെ ഇരുന്നിട്ട് പറയാ ഈ ജിൻഡോനെ കുറിച്ചും സിബിനെ കുറിച്ചും പറഞ്ഞു. സിബിൻ നല്ല അടിപൊളി ഗെയിമറാണ്, സിബിൻ ജിൻഡോനെ വെച്ച് കളിക്കുകയാണ്, ജിൻഡോനെ അത് അറിയണില്ല, അങ്ങനൊക്കെ പറയുന്നുണ്ട്. അതല്ല, അവള് പറയുന്നുണ്ട് എന്താ പറയുക, ഒരാളെ അത്രയും അടിച്ച് താഴ്ത്താൻ പറ്റുന്നു. പക്ഷെ അവൾ എന്തൊക്കെ പറഞ്ഞാലും ഇയാള് സിബിൻ എന്നല്ലേ, സിബിൻ എന്തൊക്കെയാണെന്നില്ലും അവൾ നല്ല ഗെയിമറാന്നുള്ളവൾ അംഗീകരിക്കുന്നുണ്ട്. ആ ഗെയിമറാണ്, നല്ല ഗെയിമറാണ്, എന്നെ അടിച്ച്. പിന്നെ ഇങ്ങനെയൊക്കെ പറയണത് അവള് പറയണതിലേക്ക് കുറച്ച് ശരിയും തോന്നി, കാരണം വൃത്തിയില്ലാത്തവളാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോ ഇൻസൾട്ടിങ് ആയി തോന്നും. അങ്ങനത്തെ ഒരു വർത്തമാനം, വൃത്തിയില്ലാത്തവൻ അങ്ങനെ ഒരു അറപ്പുള്ള രീതിയിലാണ് പറയുന്നത്. 10 ആളിരിക്കുമ്പോ ആ കൂട്ടത്തില് നമ്മളെടുത്ത് വന്നിട്ട് ഇവള് വൃത്തിയില്ലാത്തവള് മാറിക്കുന്നതുകൊണ്ട് നമുക്കതൊരു വിഷമം തന്നെ ആയിരിക്കാം. പ്രത്യേകിച്ച് അവര് വേറെ ആരോട് സംസാരിക്കാനും ഇല്ല എന്നുള്ള ഇത്ര ആളെ മാത്രം കണ്ടിരിക്കല്ലേ. അവരെ കണ്ണിൽ ഇപ്പൊ എന്തായാലും അതാണ് ലോകം എന്നുള്ള രീതിയിലാവും ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു വിഷമം തന്നെയാണ്. ഇപ്പൊ നമ്മള് പുറമേ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുമ്പോ പോയി പണി വെക്കാൻ പറയും, നമുക്ക് വേറെ ആൾക്കാരെ കാണുന്നുണ്ടാവും. ഇതാ ആൾക്കാർ മാത്രല്ലേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിഷമായിരിക്കും, മനസ്സിൽ കിടക്കും ചെയ്യും. ഇവരെല്ലാരും മനസ്സിൽ പക വെച്ച് കിടക്കണതൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ തുറപ്പിച്ച് നോക്കി, എന്നെ കണ്ണുരുട്ടി നോക്കി, ഇതൊക്കെയാണ് അവിടുത്തെ വലിയ പ്രശ്നം. ചെരുപ്പിടാതെ കേറി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മെയിൻ ടോപ്പിക് ആയിട്ട് എടുത്തിട്ടാണ് ഹൈജീന്. ഞാൻ നമ്മളെപ്പോഴും സായിനോട് പറഞ്ഞില്ലേ, നമ്മൾ ഹൈജീനായിട്ട് ഇരിക്കണം എന്നാണ്. അതൊക്കെ ഒരു ചെറിയ ടോപ്പിക് തന്നെ അവർ പിടിച്ചു തൂങ്ങേണ്ട സംഭവമാണുള്ളത്. റിയൽ ലൈഫിലാവുമ്പോ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ നമ്മളെ ലൈഫിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ വലുതാണ്. അത് പിന്നെ മാത്രല്ല, ഒരാൾ എന്ത് ചെയ്യണമെന്നുള്ള ബാക്കി എല്ലാവരും ആ ക്യാമറേന്റെ പുറമെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതൊക്കെ പൊക്കിയെടുത്ത് ആരും കണ്ടില്ലെങ്കിൽ അത് പൊക്കിയെടുത്ത് മുന്നിൽ കൊണ്ടിടും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നെ അതേപോലെ ജിൻഡോനെ പറഞ്ഞു, ജിൻഡോ എല്ലാം ചെയ്യുന്നുണ്ട്, അവസാനം വന്നിട്ട് സോറി പറയും. സിബിൻ വന്ന് ജിൻഡോനെ ഇറക്കും സോറി പറയാൻ വേണ്ടിട്ട്. ഇതിനൊക്കെ ആവശ്യം എന്താണെന്ന രീതിയിലാണ് ജാസ്മിൻ പിന്നെ സംസാരിക്കുന്നത്. ഇനി എന്റെ ഒരു മനസ്സിലൊരു സങ്കല്പം, ഒരു തോന്നൽ പറയട്ടെ. അടുത്ത പവർ റൂമിൽ സായിന്റെ ടീമാണ് കയറുന്ന വെച്ചാൽ ഈ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സായിക്ക് കയറാൻ പറ്റില്ലെങ്കിൽ അവര് കഴിഞ്ഞ ദിവസത്തോലെ കൂട്ടത്തോടായിരിക്കും സിബിനെ കയറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ നോറൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും അവര് സിബിനെ കയറ്റാനുള്ള എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അല്ല, ഇപ്പോഴും സിബിനെ ചിലപ്പോൾ സംസാരിക്കണമെങ്കിൽ ജാൻമണി എന്തോ സിബിനെ കുറിച്ച് പറയുന്നുണ്ട്, സിബിന്റെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാന്നോ. അത് ജാൻമണി കുറച്ച് പ്രശ്നമായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ തോന്നാ അവരെ ടീം എടുത്തേനോ, നോറ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തേനോ. പിന്നെ ഇപ്പൊ സിബിന് ഇപ്പൊ ഹേറ്റേഴ്സ് ആവാൻ തുടങ്ങി, കാരണം സിബിൻ അവിടെ മറ്റേ പരദൂഷണാണ്, മറ്റേ എല്ലാരെയും അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഗെയിമാണ്. ഓരോ ആഴ്ച അറിയുമ്പോഴും എന്തായാലും അവിടുത്തെ ടീംസ് ഇപ്പൊ എല്ലാ സീസണിലും സ്ഥിരം രാജാവോ സ്ഥിരം വലിയ സംഭവങ്ങളോ ആരും ഇല്ല. ഓരോ ആഴ്ച ഓരോരുത്തർ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഈ സീസണിൽ എല്ലാവരും രാജാക്കന്മാരാണ്. എല്ലാവരും ഉണ്ട്. ഒരു ദിവസം ഇന്ന് ജിൻഡോ ആണെങ്കിൽ നാളെ സിബിൻ, അങ്ങനെ മറ്റന്നാൾ വേറെ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ സീസൺ തുടങ്ങുമ്പോ ജബ്രികൾ ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ജബ്രികൾക്ക് സപ്പോർട്ടും ഉണ്ട്. ഉള്ളതുള്ള പോലെ പറയണല്ലോ, എല്ലാരും ഇപ്പൊ എതിർപ്പൊന്നല്ല. ജബ്രികളിൽ തന്നെ ജാസ്മിന് നല്ല സപ്പോർട്ട് പോയിരുന്നു. എല്ലാവരും ഹെയ്റ്റ് അങ്ങോട്ട് തീർക്കുമ്പോ എല്ലാവരും ചോദിക്കും, അപ്പൊ ആൾക്കാരെ മനസ്സ് പറഞ്ഞു എന്തിനാ ജാസ്മിൻ ഹെയ്റ്റ് ചെയ്യുന്നത്, അവൾ ആരെങ്കിലും കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, അവര് മാറി ഇരുന്നിട്ട് അവര് അവരുടെ ഇഷ്ടത്തിന് ചെയ്യല്ല ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്.
പക്ഷെ അത് അതിനിപ്പോ ജാസ്മിൻ നമ്മൾ കാണുന്ന തന്നെയാണ്. ജാസ്മിൻ എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ കുറച്ച് അകന്ന് നിൽക്കാൻ നോക്കിയാലും മുഴുവൻ പ്രശ്നം ഏറ്റവും കൂടുതൽ ഈ ആവശ്യങ്ങൾ കംപ്ലീറ്റ് ഗബ്രിക്കാണ്. ഗബ്രിയാണ് ജാസ്മിനെ ചെന്ന് പിടിച്ച് വലിച്ച് രണ്ടാളടുത്തും പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പറയാം, പ്രശ്നങ്ങളിൽ ഒന്ന് കൂടുതൽ കുറവ് തോന്നില്ല. എന്നാൽ പോലും ഗബ്രിയാണ് ഇത് വലിച്ചിട്ട് പിന്നെയും 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 ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. അപ്പൊ ഇത്രയുള്ള നമ്മൾ പിന്നെ ടാസ്ക് ജയിച്ചത് കണ്ടു, അത്രേ പിന്നെ നമ്മൾ കണ്ടുള്ളൂ. ഇനിയിപ്പോ അടുത്ത ടാസ്ക് കുറച്ച് ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നൈറ്റിലെ എപ്പിസോഡിൽ കാണിക്കണ്ടാവല്ലേ? നൈറ്റിലെ എപ്പിസോഡില് ഫുള്ളൊന്നും കാണിക്കുന്നൊന്നും ഇല്ല. പല സാധനങ്ങളും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, ബിഗ് ബോസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബോസേട്ടാ പലതും കട്ട് ചെയ്ത് പോകണ്ടേ. ഞങ്ങൾ വളരെ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ എപ്പിസോഡിൽ കാണിക്കില്ല, മനസ്സിലായല്ലേ? ഇത് നമ്മളൊക്കെ വലിയ കാര്യത്തില് ഹോട്ട്സ്റ്റാറിൽ 9 മണിക്ക് ഇങ്ങനെ കാത്തുണ്ടാവും, ചില സമയത്ത് അവർ 9:30 ആക്കും. അതെ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. മീശബരി ഉണ്ട്, തല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷിച്ചു കാണില്ല, എന്താണോ? അപ്പോ നോട്ട് ദ പോയിന്റ്. അപ്പോ ഇന്നത്തെ അപ്ഡേറ്റ് അത്ര ഇല്ലല്ലോ. ഇനി നമുക്ക് രാത്രിത്തെ എപ്പിസോഡ് അടുത്തത് പറയാം. ടാറ്റ.